കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളായിട്ട് ജനിച്ചു വളർന്നത് എന്റെ ലൈഫിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ. ബൈ ദ വേ, ഞാൻ റിയൽ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, സ്യൂഡോ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയല്ല. ജനിക്കുമ്പോൾ മുതൽ ഒരു പെൺകുട്ടി കേൾക്കുന്ന വാക്കുണ്ട്, മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടവളാ നീ. അത് പക്ഷെ ഞാൻ ഇന്നേ വരെ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. ഞങ്ങൾ ജനിച്ചപ്പോൾ മുതലേ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വർണ്ണമല്ല അച്ഛൻ കൂട്ടിവെച്ചത്. ഞങ്ങളുടെ പഠിത്തത്തിനും ഇൻഡിപെൻഡൻസിനുമാണ് അച്ഛൻ കൂടുതലും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. എന്റെ വീട്ടില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് റൂൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. വീട്ടിൽ ജോലിക്ക് വരുന്ന അതിഥി തൊഴിലാളികളോടുള്ള അച്ഛന്റെ പെരുമാറ്റം പോലും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഇരുത്തേ അവർക്കും അച്ഛൻ ആഹാരം കൊടുക്കാറുള്ളൂ. അതിൽ പിന്നെ അമ്മ ഒട്ടും പുറകിലല്ല കേട്ടോ. ഒരാളോട് കൂട്ടുകൂടുമ്പോ അവരുടെ സ്വഭാവം മാത്രം നോക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തിന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ജാതിയോ മതമോ നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിരീശ്വരവാദി ആയതുകൊണ്ടായിരിക്കണം അച്ഛൻ പറയാറുണ്ട് എന്റെ പ്രവൃത്തിയാണ് എന്റെ ദൈവം എന്ന്. അതുകൊണ്ടായിരിക്കണം വീടിന്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരാളെയും എന്തെങ്കിലും സഹായം ചെയ്യാതെ അച്ഛൻ തിരിച്ചു വിട്ടിട്ടില്ല. വീട്ടിൽ അമ്മയ്ക്ക് വയ്യായെങ്കിൽ ഞങ്ങൾ കുക്ക് ചെയ്യണമെന്ന് അച്ഛൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ ആരോടും അനുവാദം ചോദിക്കേണ്ടി വന്നിട്ടില്ല, അഭിപ്രായമേ ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സഖാവിനെ വളർത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ കഥ അവിടെ നിൽക്കട്ടെ. നാളെ വോട്ട് LDF തന്നെ ചെയ്തേക്കണേ. അപ്പോൾ ലാൽസല